ദൈവവചനം ജീവനുള്ളതും ശക്തവുമാണ്. വിശ്വാസത്തോടെ നാം അവന്റെ വചനം സംസാരിക്കുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റാനും കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാനും ചെങ്ങലകൾ തകർക്കാനും കഴിയുന്ന ദിവ്യ അധികാരം അതിനുണ്ട്. സൃഷ്ടിയിൽ തന്നെ ദൈവം താന്റെ വചനത്താൽ പ്രപഞ്ചം സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1. യേശുവും കൊടുങ്കാറ്റിനോട് സംസാരിച്ചു, അത് നിശ്ചലമായി. മർക്കോസ് 4:39. വിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് യാഥാർത്ഥ്യത്തെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് ഇത് കാണിക്കുന്നു. വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്മേൽ അവന്റെ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:21 പറയുന്നു, മരണവും ജീവനും നാവിന്റെ ശക്തിയിലാണ്. നാം ദൈവവചനം സംസാരിക്കുമ്പോൾ നാം വെറും വാചകം ആവർത്തിക്കുകയല്ല, നാം അവന്റെ ഇഷ്ടവുമായി നമ്മെത്തന്നെ യോജിപ്പിക്കുകയും സ്വർഗത്തിന്റെ ഇടപെടലിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഫിലിപ്പിയർ 4:19 പ്രഖ്യാപിക്കുന്നു, എന്റെ ദൈവം എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും, സമാധാനം കൊണ്ടുവരികയും ദൈവത്തിന്റെ കരുതൽ സജീവമാക്കുകയും ചെയ്യുന്നു. ഭയത്തെ നേരിടുമ്പോൾ ദൈവം എനിക്ക് ഭയത്തിന്റെ ആത്മാവിനെ തന്നിട്ടില്ല. 2 തിമോത്തി 1:7 എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ സത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4 എന്ന് പറഞ്ഞുകൊണ്ട് യേശു പോലും സാത്താന്റെ പ്രലോഭനങ്ങളെ ചെറുത്തുനിന്നു. തിരുവെഴുത്ത് ഉച്ചത്തിൽ സംസാരിക്കുന്നതിന്റെ ശക്തി ഇത് നമ്മെ കാണിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നിയേക്കാം, എന്നാൽ ദൈവവചനം ദൈവിക സാധ്യതകളെ പുറത്തുവിടുന്നു. കാര്യങ്ങൾ എത്ര ഇരുണ്ടതോ നിരാശാജനകമോ ആയി തോന്നിയാലും അവന്റെ വചനം ധൈര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങുക. അത് വെളിച്ചം, രോഗശാന്തി, വിടുതൽ, വിജയം എന്നിവ കൊണ്ടുവരുന്നു. അത് നിറവേറ്റുന്നതിനായി ദൈവം തന്റെ വചനത്തെ നിരീക്ഷിക്കുന്നു. യിരെമ്യാവ് 1:12. അവന്റെ വചനം സംസാരിക്കുക, നിങ്ങളുടെ സാഹചര്യം മാറാൻ തുടങ്ങുന്നത് കാണുക.